നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ആണ്ട് ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 2026 എന്ന വർഷത്തിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. 2026 എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഓരോരോ നക്ഷത്രക്കാരുടെ പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ 2026 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. കാർത്തിക നക്ഷത്രം മേടം ഇടവം രാശികളിലായി വരുന്ന മുറി നക്ഷത്രമാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ധാരാളം നേട്ടങ്ങൾ വന്നെത്തുന്ന വർഷമാണിത്. കാര്യനിർവഹണം സുഗമമാവുന്നതാണ്. തൊഴിലിൽ മുന്നേറ്റം സാധ്യമാകുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് സ്വപ്നം കണ്ട പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അധികാരികളുടെ പിന്തുണയും കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വീട് നിർമ്മാണം, വാഹനം വാങ്ങാനുള്ള സാഹചര്യങ്ങൾ എന്നിവയൊക്കെ സാധ്യമാകുന്നതാണ്. അവിവാഹിതരായിട്ടുള്ളവർക്ക് വൈവാഹിക ജീവിതത്തിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. ധനാഗമത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല. മേടക്കൂറുകാരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അടിക്കടി അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വിരോധികളുടെ എണ്ണം കൂടുന്നതാണ്. സ്വത്ത് തർക്കങ്ങൾ മനസ്സിന്റെ സ്വാസ്ഥ്യം കെടുത്താനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കിയേക്കാം. അമിതമായിട്ടുള്ള അധ്വാനം ഉണ്ടായാലും അല്പലാഭം കൊണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് തൃപ്തിപ്പെടേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധ അനിവാര്യമാണ്. സാഹസ കാര്യങ്ങൾക്ക് മുതിരുമ്പോൾ ഏഴശനിക്കാലമാണ് എന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. ദോഷഫലങ്ങൾ കൂടുതലും മേടക്കൂറിൽ വരുന്നവർക്കായിരിക്കും ഉണ്ടാകുക. ഗുണാനുഭവങ്ങൾ ഇടവക്കൂറിൽ വരുന്നവർക്ക് വർദ്ധിക്കുന്നതാണ്. മേടക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷാദ്യത്തിൽ ആണ് ഭാഗ്യം. വർഷാദ്യത്തിൽ വിവാഹത്തിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. ശേഷം നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. വർഷത്തിന്റെ പകുതിക്ക് ശേഷമാണ് മേടക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുക. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് രോഗശമനം പുതുവർഷത്തിൽ സാഹചര്യം ഉണ്ടാകുന്നതാണ്. വിവാഹത്തിന് അനുകൂല സമയമാണ്. പൊതുവെ ഇടക്കൂറുകാരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് കാർത്തിക നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഏതൊക്കെ ദശാകാലങ്ങളിലുള്ളവർക്ക് കൂടുതൽ അനുകൂലമാണ് എന്നൊന്ന് പരിശോധിക്കാം. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജനിക്കുന്ന സമയത്ത് സൂര്യദശയിലാണ് ജനനം. ഏകദേശം 3 വയസ്സ് വരെ സൂര്യദശ എന്ന കണക്ക് കൂട്ടാം. അതിനുശേഷം 13 വയസ്സ് വരെ ചന്ദ്രദശ, അതിനുശേഷം 20 വയസ്സ് വരെ ഏകദേശം ചൊവ്വാദശ, അതിനുശേഷം ഏകദേശം 38 വയസ്സ് വരെ രാഹുർദശ, അതിനുശേഷം ഏകദേശം 54 വയസ്സ് വരെ വ്യാഴദശ, അതിനുശേഷം ഏകദേശം 73 വയസ്സ് വരെ ശനിദശാകാലം. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചന്ദ്രദശ, രാഹുർദശ, ശനിദശ എന്നീ ദശാകാലങ്ങൾ അനുകൂലമാണ്.